ലെവിസിറ്റ പാരലൽ വെക്റ്റർ ഫീൽഡ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യാനും എക്സും വൈയും ലെവിസിറ്റ പാരലൽ വെക്റ്റർ ഫീൽഡ് ആണെങ്കിൽ എക്സ് ഡോട്ട് വൈ കോൺസ്റ്റൻ്റ് ആണെന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. എന്താ ലെവിസിറ്റ പാരലൽ വെക്റ്റർ ഫീൽഡ് എന്നറിയോ? നമ്മളൊരു Rn+1 സ്പേസ് എടുക്കാം. ഇതിൻ്റെ ഉള്ളിൽ ഒരു എൻ സർഫസ് ഉണ്ടാവുമല്ലോ എസ്, അതിൻ്റെ ഒരു പാരാമീറ്ററൈസ്ഡ് കർവ് ഞാൻ ആൽഫ ഡിനോട്ട് ചെയ്യാണ് ഫ്രം ഐ ടു എസ്. എന്നിട്ട് നമ്മുടെ ഈ എക്സ്, നമ്മുടെ വെക്റ്റർ ഫീൽഡ് എക്സിൽ ഒരു സ്മൂത്ത് വെക്റ്റർ ഫീൽഡ് ഉണ്ടാവും അലോങ് ആൽഫ വിച്ച് ഈസ് ടാൻജൻറ്റ് ടു ദ എക്സ്. എസ്സിനോട് ടാൻജൻ്റ് ആവുന്ന രീതിയിൽ ഒരു സ്മൂത്ത് വെക്റ്റർ ഫീൽഡ് ഉണ്ടാവും എക്സ്. ഈ എക്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ലെവിസിറ്റ പാരലൽ എന്ന് വിളിക്കുക. നമുക്ക് കാണിക്കേണ്ടത് എന്താ? ഡിഫൈൻ ചെയ്തു. ഇനി നമുക്ക് കാണിക്കേണ്ടത് എക്സും വൈയും ലെവിസിറ്റ പാരലൽ വെക്റ്റർ ഫീൽഡ് ആണെങ്കിൽ എക്സ് ഡോട്ട് വൈയും കോൺസ്റ്റൻ്റ് ആണെന്നാണ് കാണിക്കേണ്ടത്. അതിനെന്ത് ചെയ്താൽ മതി? നമ്മൾ എക്സും വൈയും എടുക്കുന്നു. എക്സ് വൈയും ലെവിസിറ്റ പാരലൽ ആണെങ്കിൽ നമുക്കറിയാം, പാരലൽ ആണെങ്കിൽ അതിൻ്റെ എക്സ് ഡാഷ് എടുത്തു കഴിഞ്ഞാൽ 0 വരണം. അങ്ങനെയാണെങ്കിൽ എക്സ് ഡാഷും വൈ ഡാഷും 0 ആണെങ്കിൽ നമ്മൾ d/dt ഓഫ് എക്സ് ഡോട്ട് വൈ ചെയ്ത് നോക്കാം. ഇത് കോൺസ്റ്റൻ്റ് ആണെന്ന് കാണിക്കാൻ, എക്സ് ഡോട്ട് വൈ കോൺസ്റ്റൻ്റ് ആണെന്ന് കാണിക്കാൻ ഇതിൻ്റെ ഡെറിവേറ്റീവ് 0 എന്ന് കാണിച്ചാൽ പോരെ. ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്ത് വരും? എക്സ് ഡാഷ് ഡോട്ട് വൈ പ്ലസ് എക്സ് ഡോട്ട് വൈ ഡാഷ് എന്ന് വരും. ഇതെന്താ? എക്സ് ഡാഷും 0 ആണ്, വൈ ഡാഷും 0 ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് 0 ആയി. അപ്പോൾ ഇതിന് ഏതെങ്കിലും ഒരു ടേമിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 0 ആയി കഴിഞ്ഞാൽ അതെന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും.